മക്കയുടെ ആ രാത്രി നിശബ്ദതയിൽ മുങ്ങിയിരുന്നു. ശുഐബ് അബി ത്വാലിബിലെ കഠിനമായ വർഷങ്ങൾ ശരീരത്തെയും മനസ്സിനെയും ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. ആ വീട്ടിനകത്ത് നാളുകളോളം ഇസ്ലാമിനു വേണ്ടി എല്ലാം സഹിച്ച ഒരാൾ മൃദുവായ ശ്വാസത്തോടു കൂടെ കിടക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ. അവരുടെ മുഖത്ത് വേദനയുണ്ടെങ്കിലും കണ്ണുകളിൽ അപൂർവമായൊരു സമാധാനമാണ്. ജീവിതം മുഴുവൻ അവർ തിരഞ്ഞെടുത്ത വഴിയെക്കുറിച്ച് ഒരു പശ്ചാത്താപവുമില്ല. സമ്പത്തും സൗഖ്യവും ഉണ്ടായിരുന്ന കാലത്ത് പോലും അവർ തിരഞ്ഞെടുത്തത് സത്യം തന്നെയായിരുന്നു. അരികിലിരിക്കുന്നത് ലോകങ്ങൾക്ക് റഹ്മത്തായ മനുഷ്യൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൾ മഹദിയുടെ കൈകളിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ കൈകൾ എത്ര തവണ തങ്ങളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഹിറാ ഗുഹയിൽ നിന്നിറങ്ങിയ ഭയം നിറഞ്ഞ ആ രാത്രിയിൽ പഠിച്ചോ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ശബ്ദം. ഖദീജ ബീവി പതുക്കെ കണ്ണുകൾ തുറക്കുന്നുണ്ട്. അവർ നബിയെ നോക്കുന്നുണ്ട്. സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, അതിലേറെ അഭിമാനത്തോടെ. മഹദിയുടെ കണ്ണുകൾ അറിയാണ്ട് നിറഞ്ഞുപോയി. എന്തേ ഖദീജ നിന്റെ കണ്ണുകൾ നിറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉള്ളം വിങ്ങി മഹദി പറഞ്ഞു, നബിയെ അങ്ങയെ സ്നേഹിക്കാൻ എനിക്കിനി ആവില്ലല്ലോ. അല്പസമയത്തിന് ശേഷം ശ്വാസം പതുക്കെ നിൽക്കുന്നു, വാക്കുകളില്ലാതെ. പക്ഷേ എല്ലാം പറഞ്ഞു പോയൊരു വിട. ആ നിമിഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു തൂണ് തകർന്നു വീണതുപോലെ. ആശ്വാസമായിരുന്നു ആ ശബ്ദം, വിശ്വാസമായിരുന്നു സാന്നിധ്യം. എന്നാൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ടും റസൂലിന്റെ ഉള്ളിൽ എന്നും മഹദിയായിരുന്നു. ഇല്ല ആയിഷ, ഖദീജയേക്കാൾ മനോഹരമായതൊന്നും എൻ്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടില്ല.